ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. രാമഭദ്രന്റെ മരണവാർത്ത അറിഞ്ഞ് തകർന്നിരിക്കുകയാണ് എല്ലാവരും. തുടർന്ന് വാഴപ്പാടി തിരുമേനി ചെമ്പകമംഗലത്തേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങൾ ദേവനന്ദൻ സിദ്ധൻ്റെ അടുത്ത് പോയിരുന്നല്ലേ എന്ന് തിരുമേനി ചോദിക്കുമ്പോൾ അതേ എന്നും സിദ്ധൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെന്നുമൊക്കെ രാജലക്ഷ്മി അമ്മ പറയുന്നു. നടന്ന കാര്യങ്ങളെല്ലാം മാലതി തിരുമേനിയോട് പറയുമ്പോൾ തിരുമേനിക്ക് മൈഥിലിയുടെ കാര്യം ഓർമ്മ വരികയാണ്. അന്ന് ഞാൻ ഈ വീട്ടിൽ വന്നപ്പോൾ ആ കുട്ടിയെ കണ്ടിരുന്നു. അന്നേരം എനിക്കും ഇതൊക്കെ മനസ്സിൽ തോന്നിയതാ. പിന്നെ ഞാനൊന്നും പറഞ്ഞില്ലെന്ന് മാത്രം. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കൊച്ചുമകന്റെ ജീവിതത്തിൽ നിന്നും ആ പെൺകുട്ടിയെ ഒഴിപ്പിക്കാൻ നോക്ക്. അല്ലാതെ ഈ തറവാടിന് ഒരിക്കലും ശാന്തത കിട്ടാനേ പോകുന്നില്ലെന്ന് വാഴപ്പാടി തിരുമേനി പറയുമ്പോൾ ഇത് കേൾക്കുന്ന രാജലക്ഷ്മി അമ്മ മീനാക്ഷിയെ എത്രയും പെട്ടെന്ന് ഇറക്കി വിടണമെന്നുള്ള തീരുമാനത്തോടെ നിൽക്കുകയാണ്. എന്നാൽ വാഴപ്പാടി തിരുമേനി പറയുന്നത് മൈഥിലിയെക്കുറിച്ചാണെന്ന് അദ്ദേഹം ഒട്ട് തെളിച്ചു പറയുന്നതുമില്ല. പിന്നീട് കാണിക്കുന്നത് ഷൺമുഖൻ സാവിത്രിയെ കാണാനായി ചെന്നിരിക്കുന്നതാണ്. നിങ്ങളല്ലേ പണം എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞത്, എന്നിട്ട് ഇപ്പോൾ എൻ്റെ രാമേട്ടന് വന്ന അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ എന്ന് സാവിത്രി ദേഷ്യത്തോട് ചോദിക്കുമ്പോൾ നമ്മള് വാള് കൈമാറുന്നതിന് മുമ്പ് തന്നെ അവിടെ വധശിക്ഷ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. 10-ാം തീയതി കൃത്യം 8:30 തന്നെ വധശിക്ഷ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നെന്നും പൈസ ഇപ്പോഴും അവിടെ എത്താതെ നിൽക്കുകയാണെന്നും ഇനി അത് തിരികെ കിട്ടുമോ അതോ എപ്പോൾ കിട്ടുമെന്നൊന്നും അറിയില്ലെന്നും ഷൺമുഖൻ പറയുന്നു. ഇതെല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സാവിത്രി. തുടർന്ന് ഷൺമുഖൻ പറഞ്ഞ സമയം ആലോചിക്കുകയാണ് സാവിത്രി. ഞാൻ കൃത്യമായി 8:30-ക്കാണ് ഇയാൾക്ക് വാള് കൊടുത്തത്. ആ കൃത്യസമയം തന്നെയാ എൻ്റെ രാമേട്ടനും വധശിക്ഷ വിധിച്ചത്. അതിൻ്റെ അർത്ഥം ആ വാള് പോയപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചതെന്നല്ലേ. തുടർന്ന് രാജലക്ഷ്മി അമ്മയോട് പണം ചോദിച്ചതും പണം തരില്ലെന്നും പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സാവിത്രിക്ക് ഓർമ്മ വരികയാണ്. ഈ തറവാടും തറവാട്ടിലുള്ളവരും കാരണം മാത്രമാണ് എനിക്ക് എൻ്റെ രാമേട്ടനെ നഷ്ടമായത്. അതൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് സാവിത്രി ഷൺമുഖനോട് പറയുകയാണ്, ഈ തറവാട് മുടിക്കണം. ഈ തറവാട്ടിലുള്ളവരൊന്നും തന്നെ ഇനി വേണ്ട. ഷൺമുഖൻ എൻ്റെ ഒപ്പം നിൽക്കുമോ എന്ന് സാവിത്രി ചോദിക്കുമ്പോൾ എന്തിനും ഞാൻ സാവിത്രിയുടെ ഒപ്പം തന്നെ കാണുമെന്ന് ഷൺമുഖൻ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും വിഷമത്തോടെ നിൽക്കുന്നതാണ്. രാമഭദ്രന്റെ ബോഡി കൊണ്ടുവരാനായി കാത്തിരിക്കുകയാണ് എല്ലാവരും. അതേസമയം ജഗദീഷും കാർത്തിയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. എൻ്റെ രാമേട്ടൻ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് സാവിത്രി കരയുമ്പോൾ ജഗദീഷും കാർത്തിയും കൂടി പറയുകയാണ്, അത് പിന്നെ ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ബോഡി മറ്റാരോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആരാ അതെന്ന് സാവിത്രി ചോദിക്കുമ്പോൾ ഇന്ദ്രജയാണെന്ന് കാർത്തി പറയുന്നു. ഇത് കേട്ടെല്ലാവരും ഞെട്ടലോടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജഗദീഷും മാലതിയും കൂടി രാമഭദ്രന്റെയും ഇന്ദ്രജയുടെയും കാര്യം പറഞ്ഞ് വഴക്കിടുന്നതാണ്. ഇനി ആരുടെയും കണ്ണുനീര് ഇവിടെ വീഴാൻ പാടില്ല. ഇതെല്ലാം ഇവിടെ വെച്ച് നിർത്തിയേക്കണം. എല്ലാവരുടെയും മുമ്പിൽ ഇപ്പോൾ തോറ്റും തകർന്നു നിൽക്കുന്നത് ജനാർദ്ദന കൈമളും രാജലക്ഷ്മി അമ്മയുമാണെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ് കൈമൾ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.